ഫ്രാൻസിൽ ആഭ്യന്തര കലാപം കത്തിപ്പടരുന്നു. പിന്നിൽ അഭയാർത്ഥികളായി വന്നവർ. പടിഞ്ഞാറൻ യൂറോപ്പിലെ പ്രമുഖ രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നുമായ ഫ്രാൻസിൽ ഇപ്പോൾ അശാന്തിയുടെയും കലാപത്തിന്റെയും കനലുകൾ എരിയുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ഏറ്റവും വലിയ രാജ്യവും UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗവുമാണ് ഫ്രാൻസ്. പക്ഷേ ഇപ്പോൾ അവിടെയുണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപം നിമിത്തം ആ രാജ്യത്തിന്റെ ക്രമസമാധാന നില അപകടകരമായ അവസ്ഥയിലാണ് എന്നാണ് പ്രമുഖർ വിലയിരുത്തുന്നത്. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആപ്തവാക്യം ഫ്രാൻസിന്റേതാണ്. എന്നാൽ അതിന്റെയൊക്കെ പിൻബലത്തിൽ അഭയാർത്ഥികൾക്കായി ഫ്രാൻസ് തുറന്നിട്ട വാതിലുകൾ ഇന്ന് അവർക്കു തന്നെ വിനയായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകത്ത് ശക്തമായി തന്നെ തല ഉയർത്തി നിന്ന ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഫ്രാൻസ്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകളുടെ സ്വാർത്ഥമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ മൂലവും വേണ്ടത്ര ജാഗ്രത പുലർത്താതെയും അഭയാർത്ഥികൾക്ക് അനുകൂലമായി നിലപാടെടുക്കുകയായിരുന്നു ആ രാജ്യം. അങ്ങനെ ലോകത്തിന്റെ ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും കലാപത്തിന്റെ ഇരകളെന്ന വണ്ണം അഭയാർത്ഥികൾ ഫ്രാൻസിലേക്ക് ഒഴുകാൻ തുടങ്ങി. അഭയാർത്ഥികളായി എത്തിയവരിൽ യഥാർത്ഥ അഭയാർത്ഥികൾക്കൊപ്പം തീവ്രവാദികളും ഉണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ അഭയാർത്ഥികൾ ആ രാജ്യത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ ഫ്രാൻസിൽ കലാപങ്ങളും അരക്ഷിതാവസ്ഥകളും തുടർക്കഥയായി മാറിയിരിക്കുന്നു. മാത്രമല്ല, ആ രാജ്യം തന്നെ ഇപ്പോൾ തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഫ്രഞ്ച് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ട്രാഫിക് സ്റ്റോപ്പിൽ വെച്ച് നെഹൽ എന്ന അൾജീരിയൻ ബാലൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച കലാപങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസിൽ കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. പോലീസ് വെടിവെപ്പിലുണ്ടായ മരണം തെറ്റിപ്പോയെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചുകൂടി സംയമനത്തോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നുവെന്നും ഫ്രാൻസിലെ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നു. പോലീസും അങ്ങനെ സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ സംഭവത്തെ ഉയർത്തിക്കാട്ടി അഭയാർത്ഥികളായി വന്ന കുടിയേറ്റക്കാർ ഫ്രഞ്ച് സ്റ്റോപ്പുകൾ കൊള്ളയടിക്കുന്നതും നഗരങ്ങൾക്ക് തീയിടുന്നതും ഇത്തരത്തിലുള്ള ഭീകരമായ പ്രവൃത്തികൾ ചെയ്യുന്നത് വഴി വളരെ വലിയ പ്രക്ഷുബ്ധാവസ്ഥയിൽ കൂടി കടന്നുപോവുകയാണ് ഇന്ന് ഫ്രാൻസ്. കലാപത്തിന്റെ ഇരകളായി പട്ടിണിക്കോലങ്ങളായി വന്നവരെ സ്വാഗതം ചെയ്യുകയും അവരെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്ത ആ രാജ്യത്തിന്റെ സംരംഭങ്ങൾ മുഴുവൻ ഇന്ന് അവർ കൊള്ളയടിക്കുകയാണ്. തങ്ങളുടെ മതതത്വങ്ങൾ ഉറക്കെ വിളിച്ചാണ് കലാപകാരികൾ വാഹനങ്ങൾക്ക് തീയിടുന്നത്. അങ്ങേയറ്റം റാഡിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ പലരുടെയും പ്രവൃത്തികൾ. ഫ്രാൻസിലെ കെട്ടിടങ്ങളും കാറുകളും പോലീസ് സ്റ്റേഷനുകളും ലൈബ്രറികളും കടകളും വീടുകളും അപ്പാർട്ട്മെന്റുകളും തകർത്ത് മുന്നേറുകയാണ് അവരിൽ പലരും. അവയിൽ പലതും അഗ്നിക്കിരയാക്കിയതും രക്തസാക്ഷികളുടെ സ്മാരകം എന്നറിയപ്പെടുന്ന പാരീസിലെ ഹോളോകോസ്റ്റിക് സ്മാരക സ്ഥലം പോലും നശിപ്പിച്ചുകൊണ്ടും തങ്ങളുടെ സ്വന്തമല്ലാത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെയും സംസ്കാരങ്ങളെയും ജനങ്ങളെയും നിരാകരിച്ചുകൊണ്ടും യൂറോപ്പ് അവർക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണ് അവർ. കലാപം ഉണ്ടാക്കുന്നവരിൽ ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലായാൽ അത് ഗവൺമെന്റ് പീഡനമാക്കി ഉയർത്തിക്കാട്ടി മുതലെടുപ്പിനും ശ്രമിക്കുന്നു. സ്വന്തം രാജ്യത്തിന് ലഭിക്കാതിരുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും തേടിവരുന്നവരെ സ്വാഗതം ചെയ്ത യൂറോപ്പ് എക്കാലത്തും മനുഷ്യത്വപരമായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. അത്തരത്തിൽ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്ത ഇടതുപക്ഷ ലിബറലിസത്തിന്റെ വാക്താക്കളായ ഫ്രാൻസിലെ ഭരണാധികാരികൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഭീകരമായ പ്രതിസന്ധി തന്നെയാണ്. തങ്ങൾക്ക് അഭയം തന്ന രാജ്യത്തിന്റെ ഭരണഘടനയേക്കാൾ എന്തോ പ്രാധാന്യമുള്ളതാണ് തങ്ങളുടെ മതനിയമങ്ങളും അഭിപ്രായങ്ങളെന്നും അവർക്ക് തോന്നുന്നതുകൊണ്ട് രാജ്യം മുഴുവൻ കത്തിക്കാം എന്ന തീരുമാനത്തിലാണ് അവരിലെ തീവ്ര ചിന്താഗതിക്കാർ. ഫ്രാൻസിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മാത്രമല്ല, ഫ്രാൻസ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി മാറട്ടെ.